എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പൊരുത്തമില്ലെങ്കിലും എല്ലാ ആളുകളെയും അനുസരിപ്പിക്കാൻ കഴിവുള്ള 6 നക്ഷത്രക്കാരെക്കുറിച്ചാണ്. ഈ 6 നക്ഷത്രക്കാരെക്കുറിച്ച് നമ്മൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. മിക്ക ആൾക്കാർക്കും നക്ഷത്രവുമായിട്ട് പൊരുത്തമില്ല എങ്കിൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന നക്ഷത്രവുമായിട്ട് പൊരുത്തമില്ല എങ്കിൽ വാക്ക്, തർക്കം, വഴക്ക് തുടങ്ങിയവയെല്ലാം നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന 6 നക്ഷത്രക്കാർക്ക് ഈ ഒരു വാക്കുതർക്കവും വഴക്കും വരാതെ തന്നെ ആ ഒരു കാര്യത്തെ തടഞ്ഞു നിർത്തി മുന്നോട്ട് പോകാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. മറ്റ് നക്ഷത്രക്കാർ ഈ കാര്യത്തിൽ പരാജയപ്പെടുകയും വാക്കുതർക്കവും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവുകയും പ്രശ്നത്തിൽപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു നക്ഷത്രത്തെ പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണെന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നക്ഷത്രം എന്ന് നോക്കാം. ഒന്നാമത്തെ നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം. വിശാഖ നക്ഷത്രക്കാർക്ക് ധാരാളം എതിർ നക്ഷത്രക്കാരുമുണ്ട്, പൊരുത്തമുള്ള നക്ഷത്രക്കാരുമുണ്ട്. പക്ഷേ എല്ലാ ആളുകളോടും ഒരുപോലെ സംസാരിക്കാനും ഇടപെടാനും ഉള്ള കഴിവ് വിശാഖ നക്ഷത്രക്കാർക്ക് കൂടുതലാണ്. ഇവരുടെ നക്ഷത്രത്തിൻ്റെ മൃഗം സിംഹമാണ്. അപ്പോൾ സിംഹത്തിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിയിരുന്ന് ആക്രമിക്കുക എന്നുള്ളതാണ്. അവസരം വരുന്നവരെ സിംഹം അനങ്ങത്തില്ല. അവസരം വന്നു കഴിഞ്ഞാൽ 5 സെക്കൻഡ് കൊണ്ട് തന്നെ സിംഹം ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ വലിയൊരു ജീവിയെ കണ്ടു കഴിഞ്ഞാൽ സിംഹം അത് ഭക്ഷണമെന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഒരിക്കലും ആ ജീവിയുടെ വലിപ്പം കണ്ട് സിംഹം ഭയക്കാറില്ല. സിംഹത്തെക്കാളും ശക്തിയുള്ള ജീവിയാണല്ലോ ആന. പക്ഷേ ആനയെ കാണുമ്പോൾ അത് ഭക്ഷണമായിട്ടാണ് കാണുന്നത്, അല്ലാതെ ആനയെന്ന് പറയുന്ന ജീവിയുടെ കാര്യത്തെ പറ്റി ചിന്തിക്കാറില്ല. അതുകൊണ്ട് കാട്ടിലെ രാജാവായിട്ട് സിംഹത്തിനെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം എല്ലാവരും അംഗീകരിക്കുന്ന പോലെ തന്നെയാണ് വിശാഖ നക്ഷത്രക്കാരുടെ സ്വഭാവ രീതികളും. വിശാഖ നക്ഷത്രക്കാരെ എല്ലാവരും അംഗീകരിക്കും. യഥാർത്ഥത്തിൽ പൊരുത്തത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഇപ്പോൾ പൊരുത്തമില്ലാതെ 2 നക്ഷത്രങ്ങൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ വാക്കുതർക്കവും വഴക്കും ഉണ്ടായില്ല എങ്കിൽ പോലും മാനസികമായി അംഗീകരിച്ച് കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. മറ്റേ ആൾ അത്ര പോരാ, മോശക്കാരനാണെന്നുള്ള ചിന്ത പൊരുത്തമില്ലാത്ത ഒരവസ്ഥയിൽ വരാറുണ്ട്. പക്ഷെ വിശാഖ നക്ഷത്രത്തിൽപ്പെട്ട ഒരാളെ കാണുമ്പോഴും 27 നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാരും സ്വന്തമായി വിശാഖത്തെ തന്നെ കാണുമ്പോഴും പരസ്പരം അംഗീകരിച്ച് കൊടുക്കുന്നു. ചെയ്യുന്ന പ്രവർത്തികളൊക്കെ വിജയമാണ്, നിങ്ങൾ ചെയ്ത നല്ല കാര്യമാണ് എന്ന് പറയുന്ന രീതിയിൽ ചെയ്ത വർക്കായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, കലാപരമായ കഴിവായിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, നൃത്തമായിക്കോട്ടെ, എന്ത് കാര്യമാണ്, എന്ത് പെർഫോമൻസ് കാണിച്ചെങ്കിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏത് നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ, ഇപ്പോൾ പുരാട നക്ഷത്രക്കാരെ വിശാഖമായിട്ട് യോജിക്കുകയില്ല, അശ്വതി നക്ഷത്രക്കാരെ വിശാഖമായിട്ട് യോജിക്കുകയില്ല, രേവതി നക്ഷത്രക്കാണ് വിശാഖ 4ാം ഭാഗത്ത് വരുന്നവരുമായിട്ട് മാത്രമേ യോജിക്കുന്നുള്ളൂ, അല്ലാത്ത വിശാഖമായിട്ടൊന്നും യോജിക്കുകയില്ല. അപ്പം എന്ന് പറയുന്ന പോലെ എങ്കിലും ഈ പറയുന്ന ആളുകളും വിശാഖ നക്ഷത്രത്തിൽപ്പെട്ട ഒരാളോട് അത്ര മാനസികമായ വെറുപ്പ് തോന്നുകയില്ല, അല്ലെങ്കിൽ ദേഷ്യമോ വാക്കുകൾക്കുമോ വലിയ ഒരു മൽപ്പിടുത്തമോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് വിശാഖ നക്ഷത്രത്തോട് പൊരുത്തമില്ല ശരിക്കും, പക്ഷേ ഒരു അകൽച്ച തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വിശാഖ നക്ഷത്രക്കാരെ എവിടെയൊക്കെയാണ് ജയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിൽസ്, അതുപോലെ തന്നെ ബാങ്കിങ് മേഖലകൾ, കണക്ക് കൂട്ടുന്ന മേഖലകൾ, വസ്തുക്കൾ കൊണ്ടെത്തിക്കുന്ന ട്രാൻസ്പോർട്ടിങ് മേഖലകൾ, കണക്ക് കൂട്ടുന്ന വലിയ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ലീഡറാവുക തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ വിശാഖ നക്ഷത്രത്തിൽപ്പെട്ട ഒരാളാണ് നിൽക്കുന്നതെങ്കിൽ 27 നക്ഷത്രത്തിൽ ഏതൊക്കെ വിരോധമുള്ള നക്ഷത്രക്കാരുണ്ടെങ്കിലും സാരമില്ല പോട്ടെ എന്ന രീതിയിലായിരിക്കും ഇടപെടുന്നത്. അല്ലാതെ ആരും കയറി വിശാഖ നക്ഷത്രത്തോട് കയറി തർക്കിക്കാറില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അത് അവരുടെ അനുഭവത്തിലുമുണ്ട്. കാരണം അവർക്ക് നല്ല വാക്ചാതുര്യത്തോടു കൂടി അവർ കാര്യങ്ങൾ നടത്തിയെടുക്കുമ്പോൾ മറ്റുള്ളവർ അവരോട് എതിരഭിപ്രായമൊന്നും പറയാറില്ല. അല്ല ഈ വ്യക്തി വേണ്ട, മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒന്നില്ല. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് തിരുവോണ നക്ഷത്രക്കാരാണ്. 27 നക്ഷത്രക്കാരും തിരുവോണ നക്ഷത്രക്കാരെ അംഗീകരിക്കാറുണ്ട്. തിരുവോണത്തിൽപ്പെട്ട പുരുഷനെയാണെങ്കിലും തിരുവോണത്തിൽപ്പെട്ട സ്ത്രീയാണെങ്കിലും ആ വ്യക്തി വളരെയധികം മിടുക്കുള്ളയാളാണ്, അല്ലെങ്കിൽ മിടുക്കനാണെന്നുള്ള കാഴ്ചപ്പാടിലാണ് 27 നക്ഷത്രക്കാരും തിരുവോണ നക്ഷത്രത്തെ കാണാറുള്ളത്, മറ്റൊരു തിരുവോണ നക്ഷത്രക്കാരടക്കം. കാരണം തിരുവോണ നക്ഷത്രക്കാരെ ആരും കുറ്റം പറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയും. അത് അവരുടെ പ്രവൃത്തിയെപ്പറ്റി ആയിരിക്കാം കുറ്റം പറയുന്നത്. ഇത് സാധാരണ മനുഷ്യൻ എല്ലാവരെ പറ്റിയും പറയുന്ന കുറ്റങ്ങൾ തന്നെയാണ് അവരെയും പറയുക. പക്ഷെ അല്ലാതെ ഒരു കാര്യപ്പിടിപ്പ് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇറക്കി വിട്ട് അത് നടത്തി കൂടും, അവരെ ഒറ്റയ്ക്ക് വിട്ടാൽ മതി, അവരെ ഏൽപ്പിച്ചാൽ മതി, പിന്നെ നമ്മൾ ആ ഒരു കാര്യം തിരിഞ്ഞു നോക്കേണ്ടാവുന്നൊരു ആത്മവിശ്വാസത്തിൽ 27 നക്ഷത്രക്കാർക്കും പറയാൻ പറ്റുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണം. മറ്റ് നക്ഷത്രത്തിൽപ്പെട്ടവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കാര്യം വിജയിക്കുമോ ഇല്ലയോ എന്ന് സംശയിക്കേണ്ടി വരും. പക്ഷെ തിരുവോണ നക്ഷത്രക്കാരോട് നമ്മൾ പറയുകയാണ് ഇന്ന സ്ഥലം വരെ പോയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ പോയിരിക്കും, അവരത് ചെയ്തിരിക്കും.
പൊരുത്തമുള്ളവരായിക്കോട്ടെ പൊരുത്തമില്ലാത്തവരായിക്കോട്ടെ എല്ലാവരെയും ഒരേ മനസ്സോടുകൂടിയാണ് തിരുവോണ നക്ഷത്രക്കാർ കാണുന്നത്. അതുപോലെ തന്നെ തിരിച്ചുള്ള ആളുകൾ, പൊരുത്തമില്ലാത്ത ആളുകൾ തിരിച്ച് തിരുവോണ നക്ഷത്രക്കാരെയും മാനസികമായി തന്നെ അംഗീകരിച്ചു കൊടുക്കും. അവരുടെ ചില കഴിവുകൾ എല്ലാ പിടിവാശികളെയുമല്ല, അത് സാധാരണ മനുഷ്യൻ്റെ രീതി, സാധാരണ മനുഷ്യൻ്റെ സ്വഭാവം. പക്ഷേ മാനസികമായിട്ട് കൊള്ളാം, അവർ വന്നാൽ ഓക്കെ ആണ് എന്നൊരു ചിന്ത, അല്ല അവരോട് പറഞ്ഞ കാര്യം നടക്കും, ആ വ്യക്തി ഇച്ചിരി ഭേദമുള്ളൂ ഈ കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു അംഗീകാരം ലഭിക്കുന്നത് തിരുവോണ നക്ഷത്രക്കാർക്ക് മാത്രമാണ്. ബാക്കിയെല്ലാം മനുഷ്യൻ്റെ ചാബല്യമാർന്ന സ്വഭാവങ്ങൾ തന്നെയാണ്. ബാക്കി അതെല്ലാം നക്ഷത്രക്കാർക്കും ഉണ്ട്. വാക്കുതർക്കം, വഴക്ക്, ബഹളം, അസൂയ, പാരവെപ്പ്, കുശുമ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനുഷ്യനെ ജന്മനാ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം. അല്ലാതെ നമുക്ക് ഒരു വിനയത്തോടു കൂടി നിന്ന് കാര്യങ്ങൾ ഇടപെട്ട് ചെയ്യാനായിട്ട്, ഒരു സഹായം ചോദിക്കാനും നമ്മുടെ സങ്കടങ്ങൾ പറയാനും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറ്റിയ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ തിരുവോണ നക്ഷത്രക്കാരോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. കൂട്ടു ബിസിനസ്സും കാര്യങ്ങളും വിവാഹം പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ പൊരുത്തം അവിടെ നോക്കേണ്ടതുള്ളൂ. വലിയ തർക്കങ്ങളിലേക്ക് പോകാതിരിക്കുക. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ കാണുന്ന നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാർ. രേവതി നക്ഷത്രക്കാർ കംപ്ലീറ്റ് എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ തന്നെയാണ് അവർ കാണുന്നത്. ഉള്ളിൽ ദേഷ്യം വരാറുണ്ട്. രേവതി നക്ഷത്രക്കാർക്ക് ഉള്ളിൽ ദേഷ്യം വരാറുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പൊരുത്തമില്ല എങ്കിൽ ആ വ്യക്തിയോട് വെറുപ്പ് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ നേരിട്ട് ആ വ്യക്തി വരുമ്പോഴോ സംസാരിക്കുമ്പോഴോ രേവതി നക്ഷത്രക്കാർ ഒരിക്കലും ആ വെറുപ്പ് മുഖത്ത് കാണിക്കാറില്ല. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടി സംസാരിക്കും, ഇടപെടും. വേണമെങ്കിൽ എവിടെ ഒരു യാത്രയ്ക്ക് നീങ്ങേണ്ട ആണ്, ഒരു ഒന്നിച്ച് പോകേണ്ട ഒരു കാര്യമാണെങ്കിൽ ആ ഒരു യാത്രയിൽ ചെന്ന് സഹകരിച്ച് അവർ ഹെൽപ്പ് മൊത്തം ചെയ്യും. അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളും ചെയ്യും. അല്ലാതെ സ്പോട്ടിൽ മുഖം തിരിക്കുകയോ വെറുപ്പോടുകൂടി തല കുനിക്കുകയോ ചെയ്യത്തില്ല. ഇതിൽ വിശാഖവും ചെയ്യത്തില്ല, തിരുവോണവും ചെയ്യത്തില്ല, രേവതിയും ചെയ്യത്തില്ല. മറ്റു പൊരുത്തമില്ലാത്ത ആളുകൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ തല തിരിക്കുകയോ കണ്ണുകൾ അടച്ചു പിടിക്കുകയോ അല്ലെങ്കിൽ കുനിഞ്ഞ് നോക്കി നിൽക്കുകയോ ചെയ്യുള്ളൂ. ആ വ്യക്തി കണ്ടില്ല എന്ന ഭാവം കാണിച്ച് നിൽക്കും. പക്ഷേ ഈ പറയുന്ന 3 പേര്, ഞാൻ ആദ്യം പറഞ്ഞ 3 പേര്, ഇനിയും ഒരു 3 പേര് കൂടിയുണ്ട്. പക്ഷേ ഈ പറയുന്ന ആളുകൾ അങ്ങനെ മാറി നിന്ന് ഒരാളെ ഹർട്ട് ചെയ്ത് വേദനിപ്പിക്കത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ അവർ കാണിക്കാറില്ല. അവർ സംസാരിക്കാൻ മാത്രമേ ശ്രമിക്കും. ഓപ്പോസിറ്റുള്ള പൊരുത്തമില്ലാത്ത ആളുകൾ തലകുനിച്ചും തിരിഞ്ഞും ഒക്കെ പോയി കാണിച്ചാലും ഇവർക്ക് അത്ര പ്രശ്നമല്ല. രേവതി നക്ഷത്രക്കാർക്ക് തീർച്ചയായും പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരാണേലും പൊരുത്തമുള്ള നക്ഷത്രക്കാരാണേലും ഒരേ രീതിയിൽ തന്നെയാണ് അവർ ഇടപെടുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയുന്ന അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാരെ എല്ലാ പൊരുത്തമില്ലാത്ത ആളുകളോടും സംസാരിക്കും, പൊരുത്തമുള്ളവരോടും സംസാരിക്കും. പ്രത്യേകിച്ച് അങ്ങനെ ആരോടും അകൽച്ച കാണിക്കാറില്ല. എപ്പോഴെങ്കിലും ദേഷ്യം പിടിപ്പിക്കുന്ന വാക്കുകൾ വരികയോ ഓപ്പോസിറ്റ് പൊരുത്തമില്ലാത്തവരുടെ പ്രവർത്തനം മോശമാകുന്ന സമയത്ത് മാത്രമേ അശ്വതി നക്ഷത്രക്കാർ അകലം പാലിക്കുന്നുള്ളൂ. അല്ലാത്ത ടൈമിൽ എല്ലാവരോടും ഒരുപോലെ സംസാരിക്കാനും തമാശകൾ പറയാനും ഒന്നിച്ച് യാത്രകൾ ചെയ്യാനും കാര്യങ്ങൾ ഇടപെടാനും സഹായിക്കാനും ഒരു കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാനും അശ്വതി നക്ഷത്രക്കാർ ചെയ്യാറുണ്ട്. പക്ഷേ അശ്വതി നക്ഷത്രക്കാർ ചിലപ്പോൾ അങ്ങോട്ട് കയറി സഹായിക്കാനോ അങ്ങോട്ട് കൂടുതൽ വർത്തമാനം പറഞ്ഞ് അടുത്തോട്ട് ചെന്നിട്ട് പ്രശ്നത്തിൽപ്പെടുന്നതാണ് സാധാരണ സംഭവിക്കാറുള്ളത്. കാരണം മിക്ക കാര്യത്തിനും അശ്വതി നക്ഷത്രക്കാർ സ്വാതന്ത്ര്യം എടുക്കാറുണ്ട്. മുന്നിൽ നിൽക്കുന്ന ആളുടെ വിലയോ ഒന്നും നോക്കാറില്ല. അല്ലെങ്കിൽ ബഹുമാനിക്കുക എന്ന് പറയുന്നൊരു പരിപാടി അശ്വതി നക്ഷത്രക്കാരുടെ സ്വഭാവത്തിലില്ല. എല്ലാവരും അവരുടെ വീട്ടിൽപ്പെട്ട ആരോടോ മിണ്ടുന്ന ഒരവസ്ഥയിലാണ് അശ്വതി നക്ഷത്രക്കാർ ഒരാളോട് സംസാരിക്കുക. അത് മറ്റുള്ള നക്ഷത്രക്കാർക്ക് വെറുപ്പും വിരോധവും ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി, 2 അശ്വിനി രാജകുമാരന്മാർ, മൃഗം കുതിര, 2 പേര്. ഈ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ആരോടും സംസാരിച്ചാൽ വീട്ടിൽപ്പെട്ട ആളോടാണെങ്കിലും പുറത്തുള്ള ആളുകളോടാണെങ്കിലും വെറുതെക്കാരോട് സംസാരിക്കും. വർഷങ്ങളോട് പരിചയമുള്ളവരോട് മിണ്ടുന്ന രീതിയിലായിരിക്കും അശ്വതി നക്ഷത്രക്കാർ സംസാരിക്കുക. ഇത് പലപ്പോഴും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുള്ള വലിയ വ്യക്തികളോട് സംസാരിക്കുന്ന രീതി തന്നെ അശ്വതി നക്ഷത്രക്കാരെ വീട്ടിൽ ആരോടോ സംസാരിക്കുന്നത്. ഇതിലിപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു പക്ഷേ പൊരുത്തമില്ലാത്തവരോടാണ് ഈ രീതി മിണ്ടുന്നതെങ്കിൽ അവർക്ക് ആദ്യമേ വിരോധം തോന്നുകയും തർക്കത്തിൽപ്പെടുകയും അഹങ്കാരമുള്ള ആളെയാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള ചിന്ത അവർക്ക് വരികയും ചെയ്യും. ഇത് മാത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും സ്പീഡിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ബാക്കി എല്ലാ രീതിയിലും അശ്വതി നക്ഷത്രക്കാർ കൂളായിട്ട് കാര്യങ്ങൾ കൊണ്ടുവന്നു. സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രം അല്പം പ്രശ്നമുണ്ട്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം എല്ലാ ആളുകളോടും ഒരുപോലെ തന്നെയാണ് ഇടപെടുന്നത്. അതുകൊണ്ട് അവർ തീർച്ചയായും വ്യാപാരം നടത്തുന്ന ആളുകളായി തീരാനുള്ളത് വളരെ വലിയ കഴിവാണ്. ചോതി നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് വ്യാപാരം, സ്വർണ്ണക്കട, അതുപോലെ തന്നെ പാത്രങ്ങൾ വിൽക്കുന്നത്, പാത്രക്കട, സ്വർണ്ണ വ്യാപാരം, മറ്റ് വസ്തുക്കൾ ഉണ്ടാക്കുന്നത്,
കരകൗശല വസ്തുക്കൾ തുടങ്ങിയ ഒരു മേഖലകളിലും എല്ലാ മേഖലകളിലും അധ്യാപകരെ തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് ചോദ്യ നക്ഷത്രക്കാർ. ഒരു വ്യക്തി ഇഷ്ടമല്ല എങ്കിൽ പോലും ആ വ്യക്തിയുടെ മുമ്പിൽ വെച്ച് അവർ വെറുപ്പ് കാണിക്കാറില്ല. പക്ഷേ അവർ വെറുപ്പ് കാണിക്കുന്ന ഒരു സമയമുണ്ട്. സാമ്പത്തികമായിട്ട് കടം പോലുള്ള കാര്യങ്ങൾ കൂടുകയാണെങ്കിലോ അല്ലെങ്കിൽ നിരന്തരമായി ശല്യമെന്ന് കരുതുന്ന അവസ്ഥ വരുമ്പോൾ മാത്രം ചോദ്യ നക്ഷത്രക്കാർ ഒരു വ്യക്തിയോട് വെറുപ്പ് കാണിക്കും. അല്ലാത്ത പക്ഷം എല്ലാം അവർ വളരെയധികം സ്നേഹത്തോടു കൂടിയേ പെരുമാറുകയുള്ളൂ. എല്ലാവരുടെ അടുത്ത് തമാശയും കാര്യങ്ങളും സംസാരിച്ച് ഒരേ നിലയ്ക്ക് പോകുന്ന ആളുകളാണ് ചോദ്യ നക്ഷത്രക്കാർ. ആരെങ്കിലും നിന്ന് പ്രകോപനം ഉണ്ടാകുന്നവരെ അവർ ശാന്തരായിരിക്കും. പൊരുത്തമില്ലാത്ത എല്ലാ നക്ഷത്രക്കാരോടും ഒരുപോലെ തന്നെ ഇടപെടുന്നവരാണ് ചോദ്യ നക്ഷത്രം. അടുത്തായിട്ട് നമ്മൾ 6ാമത്തെ നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. 6ാമത്തെ നക്ഷത്രമാണ് തിരുവാതിര. തിരുവാതിര നക്ഷത്രക്കാർ തീർച്ചയായും എല്ലാവരോടും ഒരുപോലെ പ്രവർത്തിക്കുമെങ്കിലും മനസ്സിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ദേഷ്യം അനുഭവപ്പെടും. പൊരുത്തമില്ലാത്ത നക്ഷത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി മുന്നിൽ വരുമ്പോൾ തന്നെ ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത ദേഷ്യമുണ്ടാകും. പക്ഷേ മറ്റിപ്പം ഞാൻ ആദ്യം പറഞ്ഞ 5 നക്ഷത്രക്കാർക്കും മനസ്സിൽ ദേഷ്യം വന്നാലും പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. പക്ഷെ തിരുവാതിര നക്ഷത്രക്കാർക്ക് മനസ്സിൽ അതികഠിനമായ ദേഷ്യം വരികയും മുഖത്ത് ആ ഒരു രസക്കുറവ് വരികയും ചെയ്യും. പക്ഷേ എങ്കിലും അവരെ കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യും. തല വെട്ടിക്കാറില്ല, അല്ലെങ്കിൽ നോൽക്കാതിരിക്കുകയില്ല, കുനിഞ്ഞു നോക്കിയില്ല. അങ്ങനത്തെ സ്വഭാവത്തിൽ അവർ കാണിക്കാതെ മാന്യമായിട്ട് ഇടപെടും. കാര്യങ്ങൾ കർക്കശമായി സംസാരിക്കുമ്പോൾ കർക്കശത കൂടി വരുന്നതായിട്ട് മറ്റുള്ളവർക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരാം. അത് പൊരുത്തമില്ലാത്തൊരു മുമ്പിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം മാത്രമാണ്, അല്ലാതെ വലിയ വഴക്കിലേക്ക് പോവുകയില്ല. ഈ പറഞ്ഞ 6 നക്ഷത്രക്കാർ വളരെ മാന്യമായിട്ടാണ് പൊരുത്തമില്ലാത്തവരോട് ഇടപെടുന്നത്. പക്ഷേ പൊരുത്തമില്ലാത്ത മറ്റുള്ള നക്ഷത്രക്കാരുടെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെയധികം ഭേദമാണ്. ഇപ്പോൾ ആയില്യവും പൂരാടവും തമ്മിൽ കണ്ടാൽ, അശ്വതിയും തൃക്കേട്ടയും തമ്മിൽ കണ്ടാൽ, അശ്വതിയും മഹീരവും തമ്മിൽ കണ്ടാൽ, അതുപോലെ രേവതിയും അവിട്ടവും തമ്മിൽ കണ്ടാൽ ഒക്കെ വളരെ മോശമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. മൈൻഡ് ചെയ്യാതിരിക്കുക, തല കുനിച്ച് പിടിക്കുക. അപ്പോൾ പൂയവും അശ്വതിയും തമ്മിൽ കണ്ടാൽ വഴക്ക്, വാക്ക് തർക്കം, കുറ്റപ്പെടുത്തൽ, ആളുടെ രൂപത്തെ കുറ്റപ്പെടുത്തുക, അത്തവും അശ്വതിയും കണ്ടാൽ, അങ്ങനെയൊക്കെ പല നക്ഷത്രങ്ങൾ തമ്മിൽ കണ്ടാൽ അപ്പോൾ തന്നെ അവിടെ വഴക്ക് വീണെന്ന് വരാം. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ 6 നക്ഷത്രക്കാരെ 27കാരോടും വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നുള്ള കാര്യം മനസ്സിലാക്കും. ഇത്രയും കാര്യങ്ങൾ അറിവുശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക. ചാനലിലേക്ക് വന്ന ആളാണ്, ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യുക. താങ്ക് യു.